സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്നത് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയ പലഹാരം കൂടുതലായി കൊടുക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 10 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പണ്ടൊക്കെ മുതിർന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഇപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ജുവനൈൽ ഡയബറ്റീസ് ടൈപ്പ് 2 കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈ ഷുഗർ കണ്ടന്റ്. അവർ കഴിക്കുന്ന പലഹാരങ്ങളിൽ, അതായത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പലഹാരങ്ങളിൽ ഉണ്ടാകുന്ന ഹൈ ഷുഗർ കണ്ടന്റ് മൂലമാണ്. ഇനി പറയാൻ പോകുന്നത് കുട്ടികൾ ഒഴിവാക്കേണ്ട, അതായത് മാതാപിതാക്കൾ വാങ്ങുന്നത് ഒഴിവാക്കേണ്ട 4 ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ്. ഇതിൽ ഒന്നാമത്തേതായി വരുന്നത് പാക്കറ്റ് ഫ്രൂട്ട് ജ്യൂസുകളാണ്. ഫ്രൂട്ട് ജ്യൂസ് എന്നാണ് പേരെങ്കിലും അത് ഫൈബർ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ നാരുകളോ ഫൈബർ കണ്ടന്റോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒരു ഷുഗർ സിറപ്പ് മാത്രമാണ്. രണ്ടാമതായി പറയുന്നത് കുട്ടികൾക്ക് വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ നൽകുന്ന മാൾട്ട് പൗഡറുകളെ കുറിച്ചാണ്. ഇതിൽ 50% വരെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തേത് ബിസ്ക്കറ്റുകളാണ്. പ്രത്യേകിച്ച് ക്രീം ബിസ്ക്കറ്റുകൾ. ക്രീമിൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉണ്ട്. പക്ഷേ ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റുകളാണ് തന്നെ അതിൽ ഡയറ്റ് ബിസ്ക്കറ്റ് എന്നോ അല്ലെങ്കിൽ ഓട്സ് ബിസ്ക്കറ്റ് എന്നോ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബൈൻഡിങ്ങിനായി ഉപയോഗിക്കുന്നത് മൈദയാണ്. ഇത് കൂടാതെ അതിലും ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഇത് കുട്ടികളുടെ പൊണ്ണത്തടിക്ക് കാരണമാകുകയും മാത്രമല്ല അവർക്ക് ശ്രദ്ധക്കുറവ്, അധികമായി ഈ ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ മൈദയുടെ ഒക്കെ കണ്ടന്റ് കഴിക്കുമ്പോൾ ശ്രദ്ധക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് സോസുകൾ. നമ്മൾ പലഹാരം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കെച്ചപ്പുകളിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിരിക്കുന്നു. ഇത് ഡയറക്റ്റ്ലി നമ്മുടെ കുട്ടികൾ ഇത് അധികമായി കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ ആവുകയും അതിൽ അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ സെക്രീഷനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് ജുവനൈൽ ഡയബറ്റീസ് ടൈപ്പ് 2 ഉണ്ടാവുകയും അതുകൂടാതെ ഫാറ്റി ലിവറിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവേത് നിങ്ങൾ ഡെയിലി ബേക്കറി ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു മീൻസ് കട്ട് ഷോർട്ടായിട്ട് ഒരിക്കലും അത് നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അത് വളരെയധികം കുറച്ച് ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ പതുക്കെ കുറച്ച് വരിക. നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് മോചിപ്പിക്കുക. ഇതുപോലെ കുട്ടികളുള്ള പാരൻസിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.